ജനങ്ങൾക്ക് വേണ്ട വികസനത്തിനെ പറ്റി, ജനങ്ങൾക്ക് ബാക്കി പറയുന്ന വലിയ വലിയ കഥകളും രാഷ്ട്രീയങ്ങളും ഒന്നും അറിയണ്ട, അവരുടെ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ചെറിയ റോഡും അങ്ങ് നേരാക്കി കിട്ടുന്നുണ്ടെങ്കിൽ അവർ അതിൽ ഹാപ്പി ആയിരിക്കും. അവർക്ക് അതാണ് അവർ ആഗ്രഹിക്കുന്ന വികസനം എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ജനങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അത് തന്നെയാണ്. അത് ശരിയാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന, ഞാൻ വലിയൊരു എഡ്യൂക്കേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ സ്വന്തം വീട് പൊളിഞ്ഞാടിയെന്ന് അതാണ് ഞങ്ങൾ പറയുന്നത്. ഒരു മലപ്പുറത്ത് നമ്മൾ എങ്ങനെയാ പറയാ, പൊളിഞ്ഞാടിയെ. അപ്പം പൊളിഞ്ഞു വീഴാറായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 60 IAS ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഓനക്ക് മനസ്സിലാവില്ല. അത് എൻ്റെ തലക്ക് മുകളിലൂടെ മഴ പെയ്യുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ പുസ്തകത്തിൽ മഴ നനയുന്നു എന്നുള്ള ഒരു പ്രശ്നം. എനിക്ക് തോന്നുക നമ്മളൊരു പ്രാദേശിക വികസനം എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണം, അങ്ങനെ തന്നെയാണ് പറയുന്നത്, തദ്ദേശ സ്വയംഭരണം. അന്ന് ഗാന്ധി പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ ഗ്രാമ റിപ്പബ്ലിക്കുകൾ, അതിൻ്റെ ഒക്കെ ഒരു ഗുണം അതാണെന്ന്. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അത് ഭയങ്കര പ്രയോറിറ്റിയാണ് എന്ന് തോന്നുന്നത്. ഓരോന്നിനും ചെയ്യാനുള്ള ഉത്തരവാദിത്തം വേറെയാണ്. ഒരു MP ചെയ്യാനുള്ള ഉത്തരവാദിത്തം അതിലും വലുതാണ്, MLA ചെയ്യാനുള്ള, മന്ത്രിമാർക്ക് ചെയ്യാനുള്ള. പക്ഷെ ഒരു പ്രാദേശിക ഭരണകൂടത്തിന് ഏറ്റവും അഡ്രസ്സ് ചെയ്യേണ്ട ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. മുകൾ തട്ടിലിരുന്നു കൊണ്ട് ഒരു അതിദരിദ്രരുടെ സർവേ ഉണ്ടാക്കാം, അതിദരിദ്രരില്ലാത്ത കേരളത്തിലാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പുളകം കൊള്ളാം. വാവ്, വളരെ മനോഹരമായിരിക്കുന്നു. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളം മനസ്സിലാവുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാനില്ലാത്ത, സ്വന്തമായി ഒരു കൂരയില്ലാത്ത, നാളത്തെ ജീവിതത്തിന് എന്ത് ചെയ്യും എന്ന് അറിയാതെ ഓടുന്ന ഒരു മനുഷ്യൻ അതിദരിദ്രനാണ്. ഓന് റേഷൻ കാർഡ് ഉണ്ടോ, കുടുംബത്തിൽ ആർക്കെങ്കിലും റേഷൻ കാർഡിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ മാനദണ്ഡം. മൊത്തത്തിലൊരു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന പോളിസി മേക്കിംഗ് ആണ്. പക്ഷെ ആ പോളിസി മേക്കിംഗ് അതിൻ്റെ അപ്പുറത്തേക്കും ഓരോ മനുഷ്യരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാവരും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു കോൺസെപ്റ്റിനും എല്ലാ മനുഷ്യന്മാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറേ ആൾക്കാർ താഴെയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലേക്കുള്ള ഒരു നടവഴി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു കാക്ക ഉണ്ടായിരുന്നു. അപ്പം അയാൾ ഇങ്ങനെ വന്ന് പറയും അയാൾ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ച്. അപ്പം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാനദണ്ഡ പ്രകാരം 6 മീറ്ററിൽ കുറഞ്ഞ റോഡുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ, അയാൾ വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കാൻ നമുക്ക് മാർഗ്ഗമില്ല, ചെറിയ സ്ഥലമാണ്. പക്ഷെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അവസാനം വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെ കല്യാണം 3 കൊല്ലമായിട്ട് ശരിയാവുന്നില്ല. അപ്പം എന്താ, റോഡില്ലാത്തതാ. അത് അയാളൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ചോദിക്കാൻ പാടില്ല, ആഹാ കല്യാണത്തിൻ്റെ മാനദണ്ഡം ഇതാണോ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇതാണോ നോക്കേണ്ടത് എന്ന് തിയറിക്ക് അവിടെ പ്രസക്തി ഇല്ല. പക്ഷെ അയാളെ വീട്ടിൽ ഒരു കല്യാണം റെഡിയാവുന്നില്ല. അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു, ആംബുലൻസ് വന്നിട്ട് ആ ആംബുലൻസിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ഇവരെല്ലാവരും കൂടി താങ്ങിയെടുത്ത്, വയ്യാത്തൊരു മനുഷ്യനാ, ഇവരെല്ലാവരും കൂടി താങ്ങിയെടുത്തിട്ട് അവിടെ വരെ നടന്നെത്തിക്കണം. അത് അയാൾ വലിയ പ്രശ്നമാണ്. അപ്പം ഈ മോൾത്തട്ടിലിരിക്കുന്ന പോളിസികൾക്ക് ചിലപ്പോൾ ഇത് അറിയൂല, ഓരോ മാനദണ്ഡങ്ങളിൽ ഇത് ഉണ്ടാവില്ല. പ്രാദേശികം എന്ന് പറഞ്ഞാൽ 6 മീറ്ററിൽ അല്ലെങ്കിൽ 4 മീറ്ററിൽ ഒതുങ്ങി നിൽക്കേണ്ട സാധനമാണെന്ന് വിചാരിക്കും. 2 അടിയായിരിക്കും ഒരു മനുഷ്യൻ്റെ പ്രശ്നം.